ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിൻ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1ഉം 2 ആയിട്ട് നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പാർട്ട് 3 ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. അതായത് നമ്മുടെ 2025 ജനുവരിയിൽ ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 കംപ്ലീറ്റ് ഫാക്ട്സുമായിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷൻ്റെ നോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ PSC നമുക്കറിയാം എന്താണ്, കറണ്ട് അഫെയറിലെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കണം. അതിലൊരു 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിരിക്കും എല്ലായ്പ്പോഴും അത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? കാർഗിൽ ദിവസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പൊ എന്താണ് കാർഗിൽ വിജയ ദിവസത്തിന്റെ 25ാം വാർഷികം? എവിടെയാണ് അതിന്റെ മ്യൂസിയം വരുന്നത്? ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം ലഡാക്കിലാണ്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT N2 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ അതിനുള്ളിൽ എന്ത് ലഭ്യമാക്കാനായിട്ട്? ഇന്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇൻസാറ്റ് അല്ല, GSAT N2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ് ആര്? കമല പൂജാരി. എന്താണ്, 2024 ജൂലൈയിൽ ഇദ്ദേഹം അവർ അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയുന്നത്? ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ എന്താണ് വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ് കമല പൂജാരി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ ഏതാണ്? റെയിൽവേ സേവനങ്ങളും വിദ്യാർത്ഥി ഹോസ്റ്റലും എന്തിൽ നിന്ന് ഒഴിവാക്കി? GST കൗൺസിലിന്റെ GSTയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 82 ആണ്. 1ാം സ്ഥാനം എവിടെയാണ്? സിംഗപ്പൂരിനാണ് 1ാം സ്ഥാനം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ ആരാണ്? നിർമ്മല സീതാരാമനാണ്. റോസരിറ്റ എന്ന നോവലിന്റെ രചയിതാവാണ് അനിത ദേശായി. റോസരിറ്റ എന്ന നോവൽ അനിത ദേശായി. 2014 പുറത്തു വന്ന 2024 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവാണ് ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്നത്. നരേന്ദ്രമോദിക്കാണ് എവിടെ? എക്സിൽ എന്തുള്ളത്? 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ളത്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വികാസ ഭാരതം. 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയമാണ് വികാസ ഭാരതം. നെക്സ്റ്റ് ആണ് കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കരീനമാണ്? കുഫ്രി ഉദയ് എന്താണ്? ഉരുളക്കിഴങ്ങാണ്. ഇമ്പോർട്ടന്റ് ആണ്. കുഫ്രി ഉദയ് എന്തിൻ്റെതാണ്? ഉരുളക്കിഴങ്ങിന്റെ സങ്കരീനമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933. 1933 ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത. എന്താണ്? അസ്മിത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ എത്രയാണ്? 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രാലയം UGCയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത. നെക്സ്റ്റ് നോക്കാം. കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ്. അപ്പൊ എന്താണ് ചാന്ദിപുര വൈറസ് എന്ന് പറയുന്നത്? കൊതുകുകളിലൂടെയും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ മണലീച്ചകളിലൂടെയൊക്കെ പകരുന്ന വൈറസ് ആണ്, രോഗമാണ് ചാന്ദിപുര വൈറസ്. അത് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഇത് ഗുജറാത്ത് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലാണ്.
തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? എത്രയാണ്? 100 രൂപയുടെ നാണയം. നമുക്കറിയാം നാണയങ്ങൾ പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ ഏതാണ്? തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 100 രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്. ഓക്കെ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ, ഇമ്പോർട്ടന്റ് ആണ്, ആദ്യത്തെ ചരക്ക് കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ ആദ്യത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയത്. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര അഭ്യാസമാണ് ഏത്? ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത്. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ഏത്? ബാംഗ്ലൂരാണ്. അതായത് പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലേക്ക് തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി ഇന്ത്യൻ നഗരം ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ്. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായും നടപ്പിലാക്കിയ ആദ്യ ഭരണമാണ് ചണ്ഡീഗഡ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായും നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രമാണ് ചണ്ഡീഗഡ്. ഏതാണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം? നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഏതാണ്? നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളം, ഉത്തരാഖണ്ഡാണ്. 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം ആർക്കാണ്? ഗോവയ്ക്കുമാണ്. ഓക്കെ. 2024 റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റലൻ ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി. അപ്പൊ ഏതാണ്? 2024 ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ആണ് ഇത്? സോരാവർ എന്ന് പറയുന്നത്. എന്താണ്? ലഡാക്ക്. അപ്പൊ എന്താ പറഞ്ഞത്? ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ആണ് സോരാവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? ജനറൽ ഉപേന്ദ്ര നിവേദി എന്ന് പറയുന്നത്. ജനറൽ ഉപേന്ദ്ര നിവേദി. ആരാണ്? നിവേദി അല്ലട്ട, ദ്വിവേദിയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയാണ്. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1 ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരമായി പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമത്തിന്റെ പേരാണ് ഭാരതീയ ന്യായ സംഹിത എന്നുള്ളത്. ഭാരതീയ ന്യായ സംഹിതയാണ് IPCക്ക് പകരം വന്നത്. എങ്കിൽ CRPCക്ക് പകരം വന്ന ഏതാണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് CRPCക്ക് പകരം വന്നത്. അപ്പൊ IPCക്ക് പകരം വന്നത് ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായിട്ട് വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് എവിടെയാണ്? അത് ഗ്വാളിയോർ ആണ്. ഗ്വാളിയോർ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത് എവിടെയാണ്? കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി. അപ്പൊ എന്താണ്? ഇന്ത്യയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ക്രിമിനൽ നിയമപ്രകാരം ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത്? ഗ്വാളിയോറും. അത് കേരളത്തിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കൊണ്ടോട്ടിയിലുമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1 IPCയുടെ പുതിയ പേര് ഭാരതീയ ന്യായ സംഹിതയും CRPCയുടെ പുതിയ പേര് എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയെന്നാണ്. ഇനി ഇപ്പറയുന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ് റിമാൻഡ് കാലാവധി എന്ന് പറയുന്നത്. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2024 ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംല. എന്താണ്? 2024 ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം ഷിംലയിലാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വത ജയകുമാറാണ്.
ബുക്ക് ഓഫ് എംപറേഴ്സ് അശ്വത ജയകുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി. തരംഗ് ശക്തിയാണ് വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം. നമുക്ക് ഈ വ്യോമ അഭ്യാസങ്ങളും അതേപോലെ വ്യോമ നാവിക അതെല്ലാം കൂടി നമുക്ക് ഒറ്റ ക്ലാസ് ആയിട്ടൊന്ന് എടുത്തു തരാം. കാര്യം അത് കൺഫ്യൂസിങ് ആവരുത്, തിരിഞ്ഞു പോകാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് അത്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക് 24. നമ്മൾ നേരത്തെ പറഞ്ഞാണ് റിംപാക് 24നെ പറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ്. എന്താണ്? റിം ഓഫ് ദ പസഫിക് എക്സസൈസ്, അതാണ് റിംപാക്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിംപാക് 24ന്റെ വേദിയാണ് ഏത്? ഹവായ് ദ്വീപുകൾ എന്ന് പറയുന്നത്. റിംപാക് 24ന്റെ ഭാഗമായ ഇന്ത്യൻ കപ്പൽ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഏതാണ്? INS ശിവാലിക്കാണ് റിംപാക് 24. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക് 24. നാവിക അഭ്യാസമായ റിംപാക് 24ന്റെ വേദിയാണ് ഹവായ് ദ്വീപുകൾ. അതിൽ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പലാണ് ഏത്? INS ശിവാലിക് എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാഡിക് എലഫന്റ്. നൊമാഡിക് എലഫന്റ് 2024ന്റെ വേദി ഉംറോയ്. എവിടെയാണ്? ഉംറോയ് മേഘാലയാണ്. അപ്പൊ ഇന്ത്യ മംഗോളിയ ആണെങ്കിൽ ഏതാണ്? നൊമാഡിക് എലിഫന്റ് ആണ്. ഇന്ത്യ തായ്ലൻഡും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മൈത്രി. ഓക്കെ, സൈനിക അഭ്യാസമായ മൈത്രി 2024. മൈത്രി 2024ന്റെ വേദി എവിടെയാണ്? തായ്ലൻഡ് ആണ്. തായ്ലൻഡ്. 2024 ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് നമ്മൾ ഇന്ത്യ മംഗോളിയ പറഞ്ഞു. ഇന്ത്യ മംഗോളിയ ഏതാണ്? നൊമാഡിക് എലിഫന്റ് ആണ്, ഉംറോയ് മേഘാലയ. അടുത്തത് പറഞ്ഞത് ഇന്ത്യ തായ്ലൻഡ് പറഞ്ഞു. അത് ഏതാണ്? മൈത്രിയാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ്. അടുത്തത് പറയുന്ന ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിപാടിയാണ്, അത് മിത്രശക്തിയാണ്. അടുത്ത ഏതാണ്? ഉദരശക്തി. ഉദരശക്തി ആരൊക്കെ തമ്മിലുള്ളതാണ്? ഉദരശക്തി അല്ല, ഉദാരശക്തി 2024. ഉദാരശക്തി എന്ന് പറയുന്നത് ഇന്ത്യയും മലേഷ്യയും തമ്മിലാണ്. ഉദരശക്തി അല്ല ട്ടാ, ഉദാരശക്തി 2024 ഇന്ത്യ മലേഷ്യയാണ്. നെക്സ്റ്റ് നോക്കാം. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം നിസാർ ആണ്. വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ്. അപ്പൊ VC വൈസ് ചാൻസലറിനെ എന്താണ് പറയുന്നത്? കുലഗുരു എന്ന്. അതെവിടെയാണ്? മധ്യപ്രദേശിൽ. അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ഏത്? ISI മാർക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടിന്റെ പേരാണ് എന്ത്? പ്ലൂട്ടോ. എന്താണ്? പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ, പ്ലൂട്ടോ. അപ്പൊ എന്താണ്? മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടിന്റെ പേരാണ് പ്ലൂട്ടോ. നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഏത്? പോളണ്ട്. ജാം സാഹിബ് ഓഫ് നവഗർ സ്മാരകം എവിടെയാണ്? പോളണ്ടിലാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി, UPS പദ്ധതി. 2025 ഏപ്രിൽ 1 2025 ഏപ്രിൽ 1 ഓക്കെ, ഏകീകൃത പെൻഷൻ പദ്ധതിയാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് UPSന്റെ ഫുൾ ഫോം ആയിരുന്നു കേട്ടോ ചോദിച്ചത്. എന്താണ്? യൂണിഫോം പെൻഷൻ സ്കീം എന്നുള്ളത്. യൂണിഫൈഡ് പെൻഷൻ സ്കീം ആണെന്ന് തോന്നുന്നത്. അത് ഇങ്ങനെയായിരുന്നു, ഏകീകൃത പെൻഷൻ പദ്ധതി. ഇതാണ് തന്നിരുന്നത്. അപ്പൊ ഇതാണ് UPS ആണ് ചോദിച്ചിരുന്നത് കേട്ടോ പരീക്ഷയ്ക്ക്. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപകരണമാണ് EOS-08. ഓഗസ്റ്റിലാണ് എന്താണ്? ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അപ്പൊ ഓഗസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് 2024 ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതൊക്കെ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഏതാണ്? അസമിലെ അഹോം രാജവംശത്തിന്റെ എന്താണ്? മൈദം ശവകുടീരങ്ങൾ. അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരമാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം മൈദം ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അസമിലെ അഹോം രാജവംശത്തിൻ്റെതാണ്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് എന്താണ്? റുമി, RHUMI. റുമി
മണ്ണ് വിക്ഷേപിച്ച രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? റുമി 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ്. അന്തരീക്ഷ വായു പിടിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷ നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷ നടത്തുന്ന 4ാമത്തെ രാജ്യം. ഇന്ത്യൻ ബഹിരാകാശ ദിനം ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓഗസ്റ്റ് 23. എന്താണ്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 എന്തായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത്? നമ്മുടെ ബഹിരാകാശ ദിനമായിട്ട്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? അത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നുള്ളതാണ് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. തിമോർ ലെസ്തെ എന്ന് പറയുന്ന രാജ്യമാണ്, അത് സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. തിമോർ ലെസ്തെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ദ തിമോർ ലെസ്തെ എന്ന ബഹുമതി ലഭിച്ചത് ദ്രൗപദി മുർമുവിനാണ്. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? ISROയുടേത്. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച ATV ആരുടേതാണ്? ISROയുടേതാണ്. ഇന്ത്യയിലെ ആദ്യ അരി ATM എവിടെയാണ്? ഭുവനേശ്വറിലാണ് ആദ്യത്തെ അരി ATM. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധുരി പുരി ബച്ചനുമെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷണ കേന്ദ്രമാണ് ഹിൻഡൻബർഗ് റിസർച്ച് എന്നുള്ളത്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഗോര നഗരം. ആദ്യത്തെ ലിഥിയം ഖനി ഛത്തീസ്ഗഡ് ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്. കത്ഗോര നഗരം. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഗോര നഗരം എവിടെയാണ്? അത് നമ്മുടെ ഛത്തീസ്ഗഡിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. ഗോത്ര സമൂഹങ്ങളെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ. എന്തിൻ്റെതാണ്? ഗോത്രവർഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിരുന്നു. 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യയുടെ കറൻസി നോട്ടാണ് 1 രൂപ കറൻസി നോട്ട്. ഓക്കെ. ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. എന്താണ്? ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ്. 10 പ്രാദേശിക ഭാഷകളിൽ ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാരിന്റെ ടെലിവിഷൻ ചാനലാണ് സൻസദ് ടി വി. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം. സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടാണ് സേവ എന്ന് പറയുന്നത് ചാറ്റ് ബോട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ്? 3D പ്രിന്റഡ് സ്കൂളാണ് പാച്ചിൻ എവിടെയാണ്? പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ. അതായത് നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായി ഇറ്റാനഗറിലുള്ളതാണ് പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആര്? TV സോമനാഥനാണ് ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി. TV സോമനാഥൻ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഇത്? മധ്യപ്രദേശ്. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയാണ്. ഹിമയൂൺ ശവകുടീര സമുച്ചയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം, സൺകൺ മ്യൂസിയം എന്ന് പറയുന്നത്. 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുത്ത ഏതാണ്? ഹ്രസ്വ ചിത്രമേളയിലെ മികച്ച ഡോക്യുമെന്ററി വസുദൈവ കുടുംബകം. ആരാണ് സംവിധായകൻ? ആനന്ദ് പട്വർദ്ധൻ. അപ്പൊ എന്താണ്? 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിലെ മികച്ച ഡോക്യുമെന്ററിയാണ് വസുദൈവ കുടുംബകം. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് ആര്? യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത്.
പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രിയാണ് ആര്? നിത്യാനന്ദ റായ്. അപ്പൊ എന്താണ്? പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഓക്കെ, അത് ഭേദഗതി ചെയ്യുന്നുള്ള ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? നിത്യാനന്ദ റായി ആണ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ആര്? ബുദ്ധദേവ് ഭട്ടാചാര്യ. ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ആര്? ശുഭാംശു ശുക്ല. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണെന്ത്? 1-0. അപ്പൊ എന്താണ് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, നോക്കണേ. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് 1-0. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? എന്താണ്? അന്തമാനീസ് ചാൾ ഡാർവിൻ. ഏതാണ്? തവളയാണ്, തവള. സുഗോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. സുഗോയ് യുദ്ധവിമാനമാണ്, അതിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് നമ്മുടെ ദ്രൗപദി മുർമു. അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽട്ടിഫോസിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് കേരളത്തിൽ ലഭിച്ചത്? ഏതാണ്? ജർമ്മനി. അപ്പൊ എന്താണ്? അമീബിക് മസ്തിഷ്കജ്വരമാണ്, അതിന്റെ രക്ഷാമരുന്നാണ് മിൽട്ടിഫോസിൽ. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? ജർമ്മനിയിൽ നിന്നാണ്. അയോധ്യയിലെ റാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ലാവോസ്. അയോധ്യയിലെ റാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ലാവോസ് ആണ്. 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ്? അത് മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്നത് 2024 മഹാത്മാഗാന്ധിയുടെ പ്രതിമ ജപ്പാനിൽ അനാച്ഛാദനം ചെയ്തത് ആരെന്നായിരിക്കും. ആരാണ്? വിദേശകാര്യമന്ത്രിയാണ്. ആര്? മന്ത്രി S ജയശങ്കർ എന്ന് പറയുന്നത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപ്. ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപ്. അപ്പൊ എന്താണ് അശോക് ഹാളിന്റെ പുതിയ പേര്? അത് അശോക മണ്ഡപാണ്. അപ്പൊ എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളാണെങ്കിൽ അത് ഗണതന്ത്ര മണ്ഡപ്, അശോക് ഹാളാണെങ്കിൽ അത് അശോക് മണ്ഡപ്. ഗണതന്ത്രം എന്നതിന്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്നുള്ളതാണ്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നാണ്? മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നാണ്? അത് ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീർ. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് കെ കൈലാഷ് നാഥൻ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് NPS വാത്സല്യനിധി. NPS വാത്സല്യനിധി എന്നുള്ളത്. 2020 അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ് ആണ്. ആരാണ്? അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പുതിയ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മാർലേന സിംഗ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഏത്? ഗ്രോത്ത് ഇന്ത്യ. സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ലഡാക്കിലാണ് ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ. എവിടെയാണ്? മധ്യപ്രദേശ്. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികമാണ് വൃക്ഷത്തൈകൾ സ്ഥാപിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണ്? അത് ശ്രീ വിജയപുരമാണ്. ആൻഡമാൻ നിക്കോബാറിന്റെ പോർട്ട് ബ്ലെയർ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. അതിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായതാണ് തുഹിൻ കാന്ത പാണ്ഡ. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡയാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്.
ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനമാണ് മേഘാലയ. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയുടെ പേരാണ് എന്ത്? ഈസി ലോട്ടറി. അത് ആരാണ് അവതരിപ്പിച്ചത്? മേഘാലയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ്. അപ്പൊ എന്താണ്? ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ചതാണ് ഏത്? തേജസ് യുദ്ധവിമാനം. അത് പറത്തുന്ന വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറിയാണ് ആര്? സീതാറാം യെച്ചൂരി. ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? മഹാരാഷ്ട്ര. ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്തത്? പുനർനാമകരണം ചെയ്തത്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ആര്? രാംനാഥ് കോവിന്ദ്. ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജ്യം ഒരു പദ്ധതി ഒരു തെരഞ്ഞെടുപ്പ്. അതാരാണ് അധ്യക്ഷൻ? രാംനാഥ് കോവിന്ദ് ആണ്. ഏത് സംസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? അസം. അപ്പൊ ചോദിക്കുന്ന ചിലപ്പോൾ തിരിച്ചറിയിക്കാം. അസമിന്റെ ദേശീയ സംസ്ഥാന ഫലം ഏതാണ്? കാജി നേമു. ഇന്ത്യയിലെ ഏത് നഗരത്തിലൂടെയാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വന്നത്? ഏത് നഗരത്തിലാണ് AI ലാബ്? ഗൂഗിളിന്റെ AI ലാബ് വന്നത് അതെവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കർണാടക. കർണാടകയാണ് ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. യൂണിഫൈഡ്, നേരത്തെ പറഞ്ഞത് കണ്ടോ, UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം ഏതാണ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. യൂണിഫൈഡ് പെൻഷൻ സ്കീം മഹാരാഷ്ട്രയാണ്. മുസ്ലിങ്ങളുടെ വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനമാണ് അസം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. കുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ വിവാഹപ്രായം എത്രയാണ്? 18 നിന്ന് 21 ആയിട്ട് ഉയർത്തിയത് ഹിമാചൽ പ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയും കുറച്ചും കൂടി നോട്ട്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടി ആകുമ്പോഴേക്കും ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്